നമസ്കാരം. നിഫ്റ്റി ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ട്രേഡിങ്ങിൻ്റെ മൈൻഡ് സൈക്കോളജിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൂടുതലായിട്ട് ഒന്നും കൂടെ ക്ലാരിഫിക്കേഷൻ വേണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതെങ്ങനെ നമുക്കൊരു ട്രേഡിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച്. അതായത് നമ്മളൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്, ആ ബിസിനസ് മൈൻഡ് സെറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതും പിന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്താണ്ട് അങ്ങനെ ട്രേഡ് ചെയ്യുന്നത് ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ഒരു കണ്ടൻ്റായിട്ടാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഓപ്ഷൻ ട്രേഡിങ്ങിൽ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. അതാണ് ഇവിടെ എഴുതി വച്ചേക്കുന്നത്. ഫോക്കസ്, പേഷ്യൻസ്, ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി. ഈ 4 കാര്യങ്ങളും കൂടെ കൂടിയതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം വലിയ സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിലും ഈ 4 കോമ്പോണൻസിൻ്റെ ഒരു കോമ്പിനേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. സ്ട്രാറ്റജീസിൻ്റെ വലിപ്പ ചെറുപ്പത്തിനേക്കാളും വേണ്ടത് മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യാൻ, അതായത് ലോസ് ഇല്ലാണ്ട് ഒരു കോൺഫിഡൻഷ്യൽ ഫിഗറിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലാഭം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ 4 കോമ്പിനേഷനും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. ഒന്നാമത്തായിട്ട് വരുന്നതാണ് എന്ത്? ഫോക്കസ്, പിന്നെ പേഷ്യൻസ്, പിന്നെ ഡിസിപ്ലിൻ, പിന്നെ കൺസിസ്റ്റൻസി. മീൻസ് ഫോക്കസ് പ്ലസ് പേഷ്യൻസ് പ്ലസ് ഡിസിപ്ലിൻ പ്ലസ് കൺസിസ്റ്റൻസി ഈക്വൽസ് ടു യുവർ സക്സസ്. നിങ്ങൾക്ക് ആ ഇക്വേഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് പേഷ്യൻസിനെ കുറിച്ചിട്ടാണ്. പേഷ്യൻസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒരു ചെറിയതായിട്ടൊന്ന് കാര്യം പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങുകയാണെന്ന് കൂട്ടിയോളി, ഈ സ്റ്റോക്ക് മാർക്കറ്റ് അല്ല, ഒരു ഷോപ്പ് തുടങ്ങാൻ കൂട്ടിയോളി. നമ്മൾ തന്നെ ഇനാഗുറേഷൻ്റെ അന്ന് തന്നെ ഒരു വമ്പിച്ച സെയിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഗ്രാജ്വലി കസ്റ്റമർ വന്ന് ഫീഡ്ബാക്ക് കിട്ടി, ആ ഫീഡ്ബാക്ക് മറ്റുള്ളവരോട് സംസാരിച്ച് അങ്ങനെയാണ് നമുക്ക് റെഗുലർ ആയിട്ടുള്ള കസ്റ്റമർ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റും. ഫസ്റ്റത്തെ ദിവസം ഒരാഴ്ച വന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഒന്നായിട്ട് വാരി വലിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് വന്നിട്ട് കാര്യമില്ല. നമുക്ക് പേഷ്യൻസ് വേണം, നമുക്ക് ക്ഷമ വേണം. അതുണ്ടെങ്കിലേ നമുക്ക് ഗ്രാജ്വലി ഗ്രൗത്തായിട്ട് വരാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം പേഷ്യൻസ് ആണ്. പിന്നെ ഫോക്കസ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനകത്തൊരു ഫോക്കസിങ് വേണം. എന്ന് വെച്ചാൽ ഇന്നൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചു, നാളെ വേറൊരു സ്ട്രാറ്റജി, ഇന്ന് ഓപ്ഷൻ സെല് ചെയ്തു, നാളെ ഓപ്ഷൻ ബൈ ചെയ്യാൻ പോകുന്നു, മറ്റന്നാൾ നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ എന്നുള്ള ബോധ്യം, അതാണ് ഫോക്കസ് എന്ന് തരും. ഞാൻ എന്താണോ ചെയ്യുന്നത് അതിനുള്ള ആ ബോധ്യം നമുക്ക് വേണം. അതാണ് ഫോക്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിസിപ്ലിൻ. ഒരു സ്ട്രാറ്റജി നമുക്ക് വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം സ്റ്റോക്ക് മാർക്കറ്റിൽ. ഇപ്പോൾ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻട്രാഡേയിൽ ഒരു ഷോർട്ട് സ്ട്രാങ്കിൾ സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത് വെച്ചോളൂ. നമ്മൾ എൻട്രി എടുക്കുന്ന സമയം 9:30 ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 9:30ക്ക് വന്നു, അടുത്ത ദിവസം 10 മണിക്ക് വന്നു, അടുത്ത ദിവസം 10:30ക്ക് എൻട്രി എടുത്തു. അങ്ങനെയല്ല വേണ്ടത്. വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. നമ്മൾ ആ സ്ട്രാറ്റജി എങ്ങനെയാണോ ഡെവലപ്പ് ചെയ്ത് അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോക്കസോട് കൂടി പേഷ്യൻസോട് കൂടി അതിനകത്ത് നിൽക്കണം. അതുപോലെ തന്നെ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത്, ഞാൻ എൻട്രീൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ, എക്സിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെയാണ്. നമ്മൾ എപ്പോഴാണോ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തേക്കുന്നത് 2:30 ആണെന്നുണ്ടെങ്കിൽ 2:30 തന്നെ എക്സിറ്റ് ചെയ്തോളണം. അത് 3 മണിക്കോ 2 മണിക്കോ ആവരുത്. അല്ലെങ്കിൽ ഏത് എക്സാമ്പിൾ ആയാലും നമ്മൾ ഏത് സ്ട്രാറ്റജിയാണോ ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത് ആ സ്ട്രാറ്റജി പ്രകാരം തന്നെ നമ്മൾ എന്ത് ചെയ്യണം. അതിനകത്ത് അപ്പോൾ എനിക്ക് ജോലി തിരക്കപ്പെട്ടു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കപ്പെട്ടു, അതൊന്നും എക്സ്ക്യൂസ് അല്ല. നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് ഡിസിപ്ലിൻഡ് ആയിരിക്കണം, ഫോക്കസിങ് ആയിരിക്കണം. പിന്നെ കൺസിസ്റ്റൻസി, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെയൊക്കെ കൂടെ ആകത്തുകയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ചെയ്യുന്നത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ മൺഡേ ട്രേഡ് ചെയ്തു, നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൺഡേ ചെയ്തു, ട്യൂസ്ഡേ ചെയ്യുന്നില്ല, ബുധനാഴ്ച ചെയ്യുന്നു. അപ്പം ഒരുപക്ഷെ നമുക്ക് ലാഭം കിട്ടേണ്ട ദിവസത്തായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യാതെ പോകുന്നത് നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം. അപ്പം
അങ്ങനത്തെ ഒരു ഒക്കേഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏത് സ്ട്രാറ്റജിയും 100% സക്സസ്ഫുൾ അല്ലല്ലോ. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ തുടങ്ങിയ സമയത്ത് സ്ട്രാറ്റജി ടു സ്ട്രാറ്റജി ജമ്പ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. കാരണം ഒരു ദിവസം ലോസ്, നമുക്ക് ഫോക്കസ് ഇല്ല. ഒരു ദിവസം ലോസ് വരുന്നു, അതിനകത്ത് ആകെ ടയേർഡാകുന്നു. അടുത്ത ദിവസം ഭയങ്കര പ്രോഫിറ്റ് വരുന്നു, അതിനകത്ത് ഭയങ്കര സന്തോഷിക്കുന്നു. പിറ്റേ ദിവസം ലോസ് വരുന്നു, അതൊക്കെ പോകുന്നു. അപ്പോൾ നമുക്ക് പിന്നെ ലോസ് വന്നാൽ അധികം ടെൻഷനും പാടില്ല, ലാഭം വന്നാൽ ഒരുപാട് ആങ്സൈറ്റി ആയിട്ട് നിൽക്കാനും പാടില്ല. ഇതൊരു ബിസിനസ്സായിട്ട് കാണുക. ഞാൻ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് നോട്ട് എ പ്ലേസ് ഫോർ ഗാംബ്ലിങ്. ഗാംബിൾ ചെയ്യാനുള്ള സ്ഥലമല്ല. അങ്ങനെ ഗാംബിൾ ചെയ്യുന്ന ആളുകളുണ്ട്, അതിനകത്ത് സക്സസ്ഫുൾ ആവുന്ന ആളുകളുണ്ട്. അത് വളരെ ചെറിയ ശതമാനം ആളുകളാണ്. അവരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അങ്ങോട്ട് പരിഗണിച്ചാൽ മതി. ഞാൻ അത്തരം എക്സ്ട്രാ ഓർഡിനറി അല്ല, അപ്പോൾ എനിക്കതിന് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഓപ്ഷൻ സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. ഓപ്ഷൻ സെല്ലിങ് ചെയ്യുന്നത് മോർ ദാൻ മൈ സ്ട്രാറ്റജി, ഐ ഫോക്കസ് ഓൺ ദിസ് കണ്ടന്റ്. ഞാൻ എന്താണോ ചെയ്യുന്നത് അതിലെനിക്ക് ബോധ്യമുണ്ട് എന്താണ് ചെയ്യുന്നതെന്ന്, എന്താണ് ചെയ്യാണ്ടാത്തതെന്ന്, എപ്പോൾ എൻട്രി എടുക്കണം, എപ്പോൾ എക്സിറ്റ് ചെയ്യണം. ഈ 4 കാര്യങ്ങളോടും കൂടിയതാണ് ഒരു ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്. ട്രേഡിംഗ് സൈക്കോളജി നിങ്ങളുടെ കയ്യിലില്ലാണ്ട് നിങ്ങൾ എത്ര വലിയ സ്ട്രാറ്റജീസ്, എത്ര പേയ്മെൻറ്റ് നടത്തിയിട്ട് വാങ്ങിയിട്ടും കാര്യമില്ല. യു മസ്റ്റ് ഹാവ് ഫോക്കസ്, പേഷ്യൻസ്, ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി വാട്ട് യു ആർ ട്രേഡിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. കണ്ടൻറ്റ് ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ കോമ്പോണൻസ് ഒക്കെ ഉള്ള ഒരു സ്ട്രാറ്റജീസും കാര്യങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ വരേണ്ടതുണ്ട്. അപ്പോൾ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഐ ആം സൈനിങ് ഓഫ്.